ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 50 എപ്പിസോഡുകൾ ബിഗ് ബോസ് ഇതാ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ഒരു സമയത്ത് ലാലേട്ടൻ വന്നിട്ട് കണ്ടസ്റ്റൻസിന് എല്ലാവരും സ്വന്തമായി വിലയിരുത്താൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ലാലേട്ടൻ പറയുന്നത് മറ്റൊന്നുമല്ല, സ്വന്തമായി ചെയ്ത മിസ്റ്റേക്സ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. സ്വന്തമായി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണെന്ന് നമുക്ക് സമ്മതിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പലപ്പോഴും മറ്റുള്ളവരെന്ത് വിചാരിക്കും, ജനങ്ങൾ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും, അതൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്കത് മറ്റുള്ളവരുടെ മുന്നിൽ സമ്മതിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചൂടാവും. അത് ശരിയാണെന്ന് അത് ശരി പോലെ ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു വലിയൊരു മിസ്റ്റേക്കിനെ നമ്മൾ വീണ്ടും അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന പല വ്യക്തികളെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അതിനെപ്പറ്റി ഒരു അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കണ്ടസ്റ്റൻസിന് അങ്ങനെ സ്വന്തമായി വിലയിരുത്താൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും സ്വന്തമായി പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര്യൻ ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഷൈത്തി അന്ന് സ്റ്റോറി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ആക്കിയ പോലെ ഒരു ചിരി ഞാൻ ചിരിച്ചത് ഭയങ്കരമായിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ലാലേട്ട. അതുപോലെ തന്നെ ബിന്നി സംസാരിക്കുന്നുണ്ട്, സാബുമാനെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് ഹലോ ഒക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുമ്പോൾ ഒരു ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ നേവിൻ ഷാനവാസിനെ പിടിക്കുന്നതും ഷാനവാസിൻ്റെ ഒപ്പം ഇരിക്കുന്നതൊക്കെ ഷാനവാസിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ കണ്ടുവന്നതൊക്കെയാണ്. ബിഗ് ബോസിൽ വളരെ വലിയൊരു ചർച്ചയായി അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഷാനവാസ് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള നെവിനെ പറ്റി ഞാൻ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര കുറ്റബോധമുണ്ട് അതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവരും അത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെവിൻ എൻറ്റി എന്ന് പറയുന്നുണ്ട്, ഷാനവാസിക്ക ആ ഇക്ക എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു തെറ്റ് പുള്ളിക്കാരനുള്ളിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന്. ഷാനവാസിക്കയായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതും എനിക്ക് ആ ഒരു തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നെവിനും അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുമ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് കൂടി അതിലൂടെ ഒരു സ്വന്തം തെറ്റ് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് മാറ്റാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ട് ഇതൊക്കെ മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു റിയാലിറ്റി ഷോ തന്നെ അത്രയും ഇൻവോൾവ്മെൻറ്റോടുകൂടി ആ ഒരു റിയാലിറ്റി ഷോ അത്രയും ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു 50-ാം എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്